ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ 3 പേരും അകത്താവൂന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ, ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷെ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതാരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയതുപോലെ മേരാ മൻ അശാന്ത് ഹേ കൗസു അശാന്ത് ഹേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണമില്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാൽ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടന് ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുझे ആലിംഗം കരോ. അങ്ങനെ യമുന റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദു മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ? അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുന റാണി 50,000-മോ 1,00,000-മോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ, തരും. ഞാൻ പോയി ചോദിക്കാം. അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എന്നാ അത് മതി. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനയ്ക്കുള്ള അറ്റാച്ച്മെന്റ്. ആ, ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ, യമുനയുടെ പണം വാങ്ങി ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം.